നമസ്കാരം. ഇമ്മണി വല്യമ്മയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ബോഡ്മാസ് റൂൾ. ഇത് കോമ്പറ്റീറ്റീവ് എക്സാംസിൽ ആണ് എസ്പെഷ്യലി ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഇപ്പോ കമ്പനീസിന്റെ പ്ലേസ്മെന്റ് പ്രോസസ്സിൽ ഇതിന്റെ ഒരു ബോഡ്മാസിന്റെ കുറച്ച് ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോ ഞാൻ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിന്റെ കുറച്ച് ബേസിക് ആയ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അത് പ്രാക്ടീസ് ചെയ്താൽ തന്നെ എല്ലാവർക്കും ഇത് ജനറലി എല്ലാവർക്കും ഉപയോഗപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് ബോഡ്മാസ് റൂൾ. അപ്പോഴ് മാത്സിലെ 4 ബേസിക് ഓപ്പറേഷൻസ് ആണ് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. ഈ 4 ഓപ്പറേഷൻസും ഒരു കുട്ടി ഒരു 3rd 4th സ്റ്റാൻഡേർഡ് ആവുമ്പോഴേക്ക് നന്നായി പഠിച്ചിരിക്കണം. ടേബിൾസും എല്ലാം. അതിന് ഞാൻ നേരത്തെ എന്റെ പ്രീവിയസ് വീഡിയോസിൽ പറഞ്ഞ പോലെ പാരന്റ്സിന്റെ ചെറിയൊരു സപ്പോർട്ടും കൂടി കുട്ടിക്ക് വേണം ആ കാര്യത്തിൽ. അപ്പൊ ഈ 4 ഓപ്പറേഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്ന പഠിച്ചു കഴിഞ്ഞാല് ബാക്കി, അതായത് ഇത് ഈ 4 ഓപ്പറേഷൻസും സെയിം ക്വസ്റ്റ്യനിൽ വന്നാല് ഏത് ആദ്യം ചെയ്യും? ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഒന്ന് ശ്രദ്ധിക്കാം. അഡീഷൻ ഉണ്ട്, മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. ഇതിൽ ഏതാണ് ആദ്യം ചെയ്യേണ്ടത്? അതാണ് DMAS. ഓർഡർ ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ ആൻഡ് ഏറ്റവും അവസാനം ചെയ്യേണ്ടതാണ് സബ്ട്രാക്ഷൻ. അതാണ് ഓർഡർ. അപ്പോഴ് ചില ന്യൂമറിക്കൽ എക്സ്പ്രഷൻസിൽ സിംപ്ലിഫൈ എന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. അപ്പൊ ചില ക്വസ്റ്റ്യൻസിൽ ഈ 4 ഉണ്ടാവണമെന്നില്ല. ചിലപ്പോ ഡിവിഷനും സബ്ട്രാക്ഷനും മാത്രമായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും 3 അല്ലെങ്കിൽ ഏതെങ്കിലും 2. ഏതായാലും ഓർഡർ എന്ന് പറയുന്നത് DMAS ആണ്. അപ്പോഴ് നമുക്ക് ഈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് സോൾവ് ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. ഇത് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ, ഇതിപ്പോ വലിയ ആൾക്കാർക്കും ആവശ്യമുള്ളവര് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, പിന്നെ അതിൽ നമുക്ക് സ്പീഡ് കിട്ടും. അപ്പോഴ് ഫസ്റ്റ് ഞാൻ പറഞ്ഞത് ഓർഡർ എന്ന് പറഞ്ഞാല് DMAS, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡീഷൻ, സബ്ട്രാക്ഷൻ. ഇതാണ് ഓർഡർ. അപ്പോഴ് ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് ഡിവിഷൻ ആണ്. സോ ബാക്കിയെല്ലാം അതുപോലെ എഴുതണം. 74 പ്ലസ് 4 into 2 മൈനസ് ഡിവിഷൻ 35 divided by 7 is 5. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. അടുത്ത സ്റ്റെപ്പിലാണ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. അപ്പോൾ 74 പ്ലസ് 4 into 2 is 8 minus 5. And in the next step by step, next step is addition. 74 plus 8 is 82 minus 5. Then last step subtraction. 82 minus 5 is 77. This is the answer for the first question. ഇതുപോലെ ഓർഡറിൽ ചെയ്യണം. ഓക്കെ. ആൻഡ് ദി സെക്കൻഡ് വൺ. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇതിലും മൾട്ടിപ്ലിക്കേഷൻ ഉണ്ട്, സബ്ട്രാക്ഷൻ ഉണ്ട്, അഡീഷൻ ഉണ്ട്, ഡിവിഷൻ ഉണ്ട്, വീണ്ടും സബ്ട്രാക്ഷൻ ഉണ്ട്. ഓക്കെ. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഇത് മാത്രമേ ചെയ്യുള്ളൂ. 10 divided by 2. ബാക്കിയൊക്കെ അതുപോലെ എഴുതണം. 4 into 9 minus 7 plus 10 divided by 2 is 5 plus 5 minus 3. And in the second step we have to do, നമ്മൾ already division complete ചെയ്തു. ഇനി multiplication. 4 9s are 36 minus 7 plus 5 minus 3. And we can write these in order, or we can combine positives together and negatives together. അങ്ങനെ ചെയ്യാം. ഇവിടെ 36 minus 7 means 7 is to be subtracted. അതായത് 7
മൈനസ് ചെയ്യുക വേണ്ടത്, -7 എന്ന് പറഞ്ഞാല്. അതുപോലെ 3യും അതെ, 3 is -3. -3, then 36 plus 5 ആദ്യം എഴുതാം. then -7 -3. ഞാൻ ജസ്റ്റ് ടേംസ് ഒന്ന് അറേഞ്ച് ചെയ്തു, റീഅറേഞ്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. 36 plus 5 that is 41. അഡീഷൻ ചെയ്തു. 41 -7 -3. then 41 -7 ഇനി സബ്ട്രാക്ഷൻ. 41 -7 is 34 -3 is 31. 31 is the answer. ഓക്കെ, ക്ലിയർ അല്ലേ ഇത്? അപ്പൊ ഇതാണ് ഓർഡർ. ഇതുപോലെ ഓർഡറിൽ ചെയ്താൽ ഒരിക്കലും ഈ സിംപ്ലിഫിക്കേഷൻ തെറ്റില്ല. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. അടുത്തതില് നോക്ക്, ഈ തേർഡ് ക്വസ്റ്റ്യൻ കുറച്ച് ഡിഫറെന്റ് ആണ് ഫസ്റ്റിനും സെക്കൻഡിനും. അതെന്താണെന്ന് വിചാരിച്ചാല് ബ്രാക്കറ്റ്സ് ഉണ്ട് തേർഡ് ക്വസ്റ്റ്യനില്. അതും 3 types ഓഫ് ബ്രാക്കറ്റ്സ്, അല്ലെങ്കിൽ ഇതിന് പാരന്റസിസ് എന്നും പറയും. അപ്പോഴ് നോക്കുക, ഒന്നിത്, പിന്നെ ഒന്ന് ഈ ടൈപ്പാണ്, പിന്നെ ഒന്ന്, ആൻഡ് ദിസ് ഇസ് റൗണ്ട് ബ്രാക്കറ്റ്, ദിസ് curly bracket, and this one is square bracket. There are 3 types of brackets or groupings in this question. അപ്പോഴ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇതാണ്, റൗണ്ട് ബ്രാക്കറ്റ് ആണ് ആദ്യം സിംപ്ലിഫൈ ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കേളി ബ്രാക്കറ്റ്സ് ചെയ്യണം. ലാസ്റ്റ് ആണ് സ്ക്വയർ ബ്രാക്കറ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഇതാണ് ഓർഡർ. ഓക്കെ, ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. ബ്രാക്കറ്റ്സ്. I have explained the order DMAS in the first 2 examples. In the third question, നോക്കാം. തേർഡ് ക്വസ്റ്റ്യനില് ആണ് നമ്മുടെ ബോർഡ് മാസ്. What is for B? B stands for brackets. And there are 3 types of brackets. One is round bracket, curly bracket, and square bracket. This is the order. അപ്പോൾ ഈ റൗണ്ട് ബ്രാക്കറ്റ് ആണ് നമ്മൾ ഫസ്റ്റ് സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ബാക്കി എല്ലാം അതുപോലെ എഴുതണം ഫസ്റ്റ് സ്റ്റെപ്പിൽ. ദാറ്റ് ഈസ് 18 മൈനസ് 25 മൈനസ് കേളി ബ്രാക്കറ്റ് അതുപോലെ ഇടുക 45 ഡിവൈഡഡ് ബൈ. ഇനി ഈ ഫസ്റ്റ് റൗണ്ട് ബ്രാക്കറ്റിൽ തന്നെ ഒന്നിലധികം ഓപ്പറേഷൻസ് ഉണ്ടെങ്കിൽ അതില് വി ഹാവ് ടു അപ്ലൈ DMAS, അതായത് ഡിവിഷൻ ഉണ്ട്. അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. ദെൻ വി വിൽ ഡു 6 പ്ലസ് 9 ഡിവൈഡഡ് ബൈ 3 ഈസ് 3. ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇത് മാത്രമേ ആദ്യം ചെയ്യുള്ളൂ. ദെൻ 18 മൈനസ് 25 മൈനസ് 45 divided by, then we can simplify this. That is 6 plus 3, 9. ഇനി 18 minus 25 minus, ഇനിയാണ് കേളി ബ്രാക്കറ്റ്. ഫസ്റ്റ് റൗണ്ട് ബ്രാക്കറ്റ് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞു. 45 divided by 9 is 5. And this is 18 minus, what is 25 minus 5? The third type of, that is the square bracket ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. 25 minus 5 is 20. Then we get 18 minus 20. We get a negative integer as the difference. 20 minus 18 is 2, but 18 minus 20 is minus 2. So minus 2 is the answer for the third question. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യനില് നമുക്ക് ഡിവിഷൻ ഉണ്ടായിരുന്നു, അഡീഷൻ ഉണ്ടായിരുന്നു, സബ്ട്രാക്ഷൻ ഉണ്ടായിരുന്നു, മൾട്ടിപ്ലിക്കേഷൻ ഇല്ല, പിന്നെ ബ്രാക്കറ്റ്. സോ ആൻഡ് വാട്ട് സ്റ്റാൻഡ്സ് ഫോർ O? ബോർഡ് മാസ് ആണ് റൂളിന്റെ പേര്. നമ്മളിപ്പോ ഈ ക്വസ്റ്റ്യനിൽ B ഉണ്ടായിരുന്നു, then D was there, A and S, O and M were absent. അപ്പൊ ഏതായാലും ഈ ഓർഡർ തന്നെ പോണം. ഓക്കെ, അങ്ങനെയാണ് തേർഡ് ആൻസർ കിട്ടിയത്. Then we'll do the fourth one. ഫോർത്ത് നോക്കാം. ഫോർത്ത് ക്വസ്റ്റ്യൻ, please see what is this. The 3 of 2. Actually of means multiplication. Of എന്ന് പറഞ്ഞാൽ എപ്പോഴും ഇപ്പൊ half of 20 എന്ന് പറഞ്ഞാല്
half into 20, 10 ആണ് ആൻസർ. ആൻഡ് ഓഫ് സ്റ്റാൻഡ്സ് ഫോർ മൾട്ടിപ്ലിക്കേഷൻ ഓൾവേസ്. എന്നാലും നമ്മൾ യൂഷ്വൽ മൾട്ടിപ്ലിക്കേഷൻ ഉണ്ടെങ്കിലും ഓഫ് ഉണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത്. സോ വിൽ സിംപ്ലിഫൈ ദിസ്. 72 മൈനസ് 12 ഡിവൈഡഡ് ബൈ, ഇതെല്ലാം അതുപോലെ എഴുതി ഓഫ് ഫസ്റ്റ് ചെയ്യണം. ബ്രാക്കറ്റിന്റെ ഉള്ളിൽ ഓഫ്. ഓക്കെ. And 3 of 2. 3 of 2 is 3 into 2 is 6. Then plus 12 divided by 4. And we get this as 72 minus 12 divided, then subtraction and division is there. We have to do division. 12 divided by 6 is 2. And 72 minus 2 plus 12 divided by 4. Bracket in the ulil simplify cheyyanam. Bracket in sheshana what? Division. Then 72 minus 2 is 70 plus 12 divided by 4. Then 70 plus 12 divided by 4 is 3. The answer is 73. 73 is the answer for the fourth question. Okay, I think it is clear. And in the fourth question also, or there was off. Next, and do the fifth question. Fifth is fifth is 2 into 4 square. Fifth question is 2 into 4 square plus 5 square divided by 26 minus 1. And bracket is there B. First we have to do B. That is 2 into 4 square plus 5 square. അതുപോലെ എഴുതി. ഇനി 26 minus 1 is 25. Next is first B ചെയ്തു. Then off. Off includes. Off എന്ന് പറയുന്നത് ഇത് മാത്രമല്ല, ഓഫില് എക്സ്പോണൻസ് വരും, പവേഴ്സ് വരും. അപ്പോൾ ഈ ബോഡ് മാസ് എന്നതിന് വേറൊരു പേരുമുണ്ട്, PE, പെഡ് മാസ്, in which P stands for, ഈ ബോഡ് മാസിന് പകരം ഇതും നിങ്ങൾ എവിടെയെങ്കിലും കാണും ചില സമയത്ത്. അപ്പോ P stands for parenthesis, which means ബ്രാക്കറ്റ് തന്നെയാണ്. ബ്രാക്കറ്റിന്റെ വേറൊരു ടേം ആണിത്. ബട്ട് E stands for exponents. അപ്പൊ ഓഫിന് പകരം എക്സ്പോണൻസ് ഉണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യനിൽ അതാണ് ബ്രാക്കറ്റ് കഴിഞ്ഞ ഉടനെ ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ എക്സ്പോണൻസ് ഉണ്ട്. നമ്മൾ ഫസ്റ്റ് ബ്രാക്കറ്റ് ചെയ്തു, then exponents. That is 2 into 4 square. 4 square means 4 into 4 16 plus 5 square. ഒന്നിച്ച് തന്നെ ചെയ്യുക, രണ്ടെണ്ണം ഉണ്ട് എക്സ്പോണൻസ്. 25. 5 square is 5 into 5 25 divided by 25. Next there is multiplication, addition and division. Which one we have to do? M, A and D. It is D. D ആണ് ആദ്യം ചെയ്യേണ്ടത്. 2 into 16 plus 25 divided by 25 is 1. In the next step, multiplication. 2 into 16 is 32 plus 1. It is 33. This is the answer for the fifth question. It is 33. And let's do the last one. Sixth question. 25. And see, is there any difference from the previous questions? ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് ഉണ്ടോ? നമ്മൾ ബ്രാക്കറ്റ്സ് ചെയ്തു, ഓഫ് ചെയ്തു, പവേഴ്സ് എക്സ്പോണന്റ് ചെയ്തു. അതായത് ഓഫിന് പകരമുള്ളതാണ് എക്സ്പോണന്റ്, അതും ചെയ്തു. ഇവിടെ നോക്ക്, there is a vinculum, that is bar. ഒരു ബാർ ഉണ്ട് ഇവിടെ, ഇതും ഉണ്ടാവാറുണ്ട് ഹയർ ലെവൽ സിംപ്ലിഫിക്കേഷനിൽ. ഇതാണ് and this, ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, V. Okay, if there is a bar, that is to be done first. അത് കഴിഞ്ഞാണ് ബോഡ് മാസ്. Then it is V board mass. If there is a bar, that is to be done first. പിന്നെ brackets, round, curly, square. That is the order. So let's do this.
25 minus 20 minus 10 minus 7 minus, first we'll do this bar, 5 minus 3 is 2. Okay, we'll close this bracket. This is the first step. 5 minus 3 is 2. 7 minus 2. Next step, 25 minus 20 minus, then this round bracket, 10 minus 7 minus 2 is 5. Okay, and in the next, this curly bracket, 25 minus 20 minus 10 minus 5 is 5. Next is square bracket. Then it is 25 minus 20 minus 5 is 15. Then it is 25 minus 15, which is equal to 10. So 10 is the answer or the value of the fifth question. I think it is clear how to use BODMAS rule. Okay, very important and having practical applications, especially in competitive exams. Scholarship exams in കുട്ടിയൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജോബ് അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ് ടെസ്റ്റിനും ഒക്കെ യൂസ്ഫുൾ ആണിത്. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ക്ലിയർ and we'll continue our session in the next class. Thank you for watching this video. Please subscribe. Bye.